ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് റബ്സി ബേക്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹൗസിൻ്റെ ഷേപ്പിലുള്ള ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻസ് ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു ഓർഡറാണിത്. അപ്പോൾ ഇതുപോലുള്ള ഒരു 3 കേക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 കേക്ക് കൂടിയിട്ട് 6 ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടപ്പോൾ എല്ലാം കൂടി ഒരു 6 ലെയർ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ കേക്ക് ബോർഡിൽ വെക്കുക. കുറച്ച് വലിയ ബോർഡ് തന്നെ എടുക്കുക. ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്ത ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ കൂടി വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കും ഇതുപോലെ ക്രീം ചീസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്രീം ചീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ക്രീമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് മാറ്റി കൊടുക്കാം. ഞാൻ കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ക്രീം ചീസ് സെക്കൻഡ് ലെയറിൽ ക്രീം ചീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തേർഡ് ലെയറിലും അതുപോലെ തന്നെ സ്ട്രോബെറി എന്താണോ യൂസ് ചെയ്യുന്നത് അതുപോലെ യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ 3 ലെയർ ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ 3 ലെയറിൻ്റെ മുകളിൽ ഇതുപോലെ നടുവിലായിട്ട് കുറച്ച് ക്രീം ഇട്ടതിന് ശേഷം ഈ ഒരു കേക്ക് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കും ഇതുപോലെ ക്രീം ഇട്ട് കൊടുക്കാം. സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ 2 സൈഡിലും ഇതേ ചെറിയൊരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കണം. 2 പൊസിഷനും കറക്റ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്കും ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ വേറൊരു പീസ് കേക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. അതേപോലെ നേരെ ഓപ്പോസിറ്റും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അതേ കറക്റ്റ് വലുപ്പത്തിലുള്ളൊരു പീസ് തന്നെ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്യുക കൈ കൊണ്ട്.
ഇനി ക്രീം ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. അപ്പോൾ കത്തി കൊണ്ട് നമുക്ക് ഹൗസിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണിത്. എന്നിട്ട് ക്രീം കൊണ്ട് മൊത്തം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീമിലേക്ക് ഞാനൊരു പിങ്ക് കളറ്, ബേബി പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ കൊണ്ടൊന്ന് കേക്ക് നന്നായിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. മൊത്തത്തിലല്ല, ഈ ഒരു സൈഡും ഫ്രണ്ടും ബാക്കും അങ്ങനെയാണ് പിങ്ക് കളർ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓടിന്റെ ഷേപ്പിലേക്ക് ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുക്കണം. ഞാൻ ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അതനുസരിച്ച് ചെയ്യാം. അങ്ങനെ ഓടിന് ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ സൈഡിൽ വീടിൻ്റെ തറയുണ്ടാവുമല്ലോ, ആ ഒരു സൈഡിൽ ഇതുപോലെ ജസ്റ്റ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയായി കിട്ടും. ഫ്രണ്ടിലും രണ്ട് സൈഡിലായിട്ടാണ് വൈറ്റ് ക്രീം കൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്.
അതുപോലെ അപ്പോൾ കാണാൻ നല്ല പച്ചപ്പ് ഉണ്ടാവും, കാണുമ്പോഴും നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ.